നീ എന്താ ഇർഫാനെ നാണക്കടാക്കുന്നത്? ഓനെന്റെ ആദ്യത്തോളുണ്ടായ മോനെങ്കിലും നിന്റെ ഇച്ഛ തന്നെടാ, ഒരേ ചോര. ഓനിപ്പോ ദുബൈക്കെല്ലാം പോയിട്ട് നല്ലോണം പൈസ ആക്കിന്. ഇനി ഞാൻ നിൽക്കുന്നറിയോ? ഈടെ തന്നെ. ഇത് നമ്മളെന്നെ പറയാ. ഓനുണ്ടാവും ഇപ്പടെ. മോനെ മോനെ ബാബാ അസർപ്പു സുഖന്നല്ലടയ്ക്ക്. നിന്റെ അനിയനെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. നീ മുണ്ട്ര. ഇർഫാനെ, വിസന്റെ ടിക്കറ്റിന്റെ കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 ദിവസത്തിലേക്ക് കയറ്റി പോവാ. പിന്നെ എന്റെ കുറെ കമ്പനി ഉണ്ടല്ലോ, അതിലൊരു കമ്പനി നിന്നെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് ഉഷാറാക്കണം. നിന്റെ ബാഗും കാര്യമെല്ലാം ആ ബെഡ്റൂമിൽ സൈഡ് വെച്ചോ. നീ ആ ബെഡ്റൂമിൽ നീ യൂസ് ആയിക്കോ. അപ്പൊ എന്റെ കെട്ട് അതിന്റെ ഉള്ളിൽ വെക്കല്ലേ? ഉപ്പാന്റെ കെട്ട് നിന്നെ എടുക്കുന്നേ? അപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കുന്നേ എന്തിനു? അതിന്റെ ആവശ്യമില്ല. ഉപ്പ ഇപ്പൊ എടുത്ത് പോയിക്കോറണം. പിന്നെ ഈ പടി വാതിൽ ചവിട്ടിറാൻ ഇർഫാനെ, എന്താ എന്റെ ഉമ്മാനെ എന്നെയും വിട്ടിട്ട് നിന്റെ ഉമ്മാനെ മംഗലേക്കാണ്ടി പോയത്. പിന്നെ ഇയാളെ തല ഞാൻ കണ്ടിട്ടാ. നിന്നെ ഇത്ര കാക്കിയത് ഇയാളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതന്നെ, ഞാനും ഇയാളെ ഇന്നലെ ഞാൻ കണ്ടത്. എന്ത് നോക്കുന്ന നേരനല്ലേ? ആവട സർപ്പോ വന്ന പോയി മറന്നൂടാ മോനെ. ഒരിക്കൽ പോ ഇറങ്ങി പോയേക്കായിരുന്നു. ഓ നിങ്ങൾ രണ്ടാളിപ്പോ ഒന്നല്ലേ? ഞാൻ പുറത്ത്. അല്ലച്ചാ, ആ ബീസന്റെ കാര്യം അപ്പൊ ഓക്കെ. അസർപ്പു, നിന്റെ ദുബായിലത്തെ കച്ചവടമല്ലോ, അസർപ്പു ജ്വല്ലറി, അസർപ്പു ഫിനാൻസ്, അസർപ്പു ഫർണിച്ചർ, ഇതിനെല്ലാം ആരുടെ പേരിട്ടിനെ? അതല്ല, നിന്നെ പാളയിലൊക്കെ എടുത്തിട്ട് ഇത്രക്ക് ഉണ്ടാകുമ്പോ അസർപ്പൂ അസർപ്പൂന്ന് 3 ചെവിയിൽ പറയുന്നത്. ഹായ്ഡാ, പഠിച്ചോരെല്ലാം കാണുന്നുണ്ട്. പഠിച്ചോര് അമ്മ ചോദിക്കൂടാ നിന്നോട്. നിന്നോട് അമ്മ ചോദിക്കും. 5 ദിവസത്തില്ലാത്ത ദുബൈയിലത്തെ കമ്പനി.